ലോകം തന്റെ കൈവിരലിൽ ആണെന്ന് വിചാരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞൊടിയിടയിൽ സാധിക്കണം. അത് നടന്നില്ലെങ്കിൽ ഭീഷണിയും അക്രമവും പിന്നാലെ വരും. രണ്ടാമത് ഭരണത്തിലേറിയ നാൾ മുതൽ ഒപ്പം നിന്ന വ്യക്തികളെയും രാജ്യങ്ങളെയും വരെ ശിക്ഷിച്ചാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ഒരു വർഷം പൂർത്തിയാക്കിയത്. താരിഫ് മുതൽ വെനസ്വേലൻ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുവരൽ വരെ ഏറെക്കുറെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതും സമാധാനത്തിനുള്ള നൊബേൽ കിട്ടിയില്ല എന്നതും കല്ലുകടിയായി. എങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിയ നടപടി അമേരിക്കൻ സുപ്രീം കോടതി അസാധുവാക്കിയതിനെ മറ്റൊരു തരത്തിൽ നേരിടാനും തയ്യാറെടുക്കുകയാണ് ട്രംപ്. പക്ഷേ ഇതുവരെ നടത്തിയ നീക്കങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ ട്രംപിന് കാലിടറിയത് ഇറാൻ യുദ്ധത്തിലാണ്. പെട്ടെന്ന് കടയടച്ച് സിനിമയ്ക്ക് പോകാം എന്ന് നാട്ടിൻപുറത്തെ കച്ചവടക്കാർ പറയുന്ന ലാഘവത്തിൽ വേഗം യുദ്ധം നിർത്തി ഇറാന്റെ എണ്ണ കൊണ്ടുപോകാം എന്ന് ട്രംപ് കരുതി. കൊടുത്താൽ ടെഹ്റാനിലും കിട്ടുമെന്ന് ട്രംപിന് മനസ്സിലായി. കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞതോടെ ആധിയിലാണ് ട്രംപ്. ഹോർമുസ് ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് നിരാശനായ ട്രംപ് മറ്റുള്ളവരെയും കൂടി പിടിച്ചിടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാനെതിരായ ആക്രമണത്തിന്റെ രണ്ടാം ദിവസം തന്നെ അമേരിക്ക വിജയം പ്രഖ്യാപിച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം ഹോർമുസ് കടലിടുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ അസ്ഥിരമായി തുടരുന്നു. കൈ പൊള്ളിയതോടെ സൈനിക പിന്തുണയോടെ ഹോർമുസ് സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങൾ സഹായിക്കണമെന്നാണ് പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ കന്യങ്ങ് വാങ്ങിവച്ചേരെ എന്നാണ് മറ്റ് രാജ്യങ്ങൾ പറയുന്നത്. ഏതൊരു അമേരിക്കൻ പ്രസിഡന്റും സൃഷ്ടിച്ച ഏറ്റവും മോശമായ പ്രതിസന്ധികളിൽ ഒന്നായി വഷളായിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ. ഇറാന്റെയും ഹോർമുസ് കടലിടുക്കിലെയും സാഹചര്യം സൂചിപ്പിക്കുന്നത് US പരിഭ്രാന്തിയിലാണ് എന്നാണ്. ട്രംപ് പതറുന്നു എന്നാണ്. ഇറാനാകട്ടെ എന്തു വന്നാലും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലുമാണ്. സമുദ്രത്തിൽ വിതറിയിട്ടുള്ള മൈനുകൾ, ഈ മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളെ ലക്ഷ്യം വെച്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, ആഗോള വ്യാപാരം തടസ്സപ്പെടുത്തുന്നത്, ഇതെല്ലാം ഇന്ത്യക്കും ചൈനയ്ക്കും തുർക്കിക്കും ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും എണ്ണ വിതരണം ചെയ്യാൻ ബദ്ധശത്രുവായ റഷ്യയെ അനുവദിക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക്. ഉക്രൈനിലെ യുദ്ധത്തിന് ഇന്ധനം നൽകിയ അതേ റഷ്യൻ എണ്ണ താരിഫുകളെ പുതിയ ലോകക്രമമായി കാട്ടി ആഘോഷിച്ചത് ഇപ്പോൾ നിയമവിരുദ്ധമാണ് എന്ന് വിധിക്കപ്പെടുന്നു. ട്രംപിന്റെ തിരിച്ചടികളുടെ പട്ടിക വലുതാണ്. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ 1-ാം ദിവസം തന്നെ US യുദ്ധം വിജയിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ മറ്റൊരു രാജ്യത്ത് അമേരിക്ക മുമ്പ് നടത്തിയ യുദ്ധങ്ങൾ പോലെ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സേന ഇപ്പോഴും തുടരുന്നു എന്നത് സൂചിപ്പിക്കുന്നത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നതാണ്. ഒപ്പം ഇറാന്റെ തിരിച്ചടിയും. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളോട് സംഘർഷത്തിൽ പങ്കുചേരാൻ ട്രംപ് ആവശ്യപ്പെടുന്നു. മറ്റ് രാജ്യങ്ങൾ പക്ഷേ യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലേക്ക് തങ്ങളുടെ നാവികസേനയെ വിന്യസിക്കാൻ പദ്ധതിയില്ല എന്ന് ഓസ്ട്രേലിയയും ജപ്പാനും അറിയിച്ചു. ഫെബ്രുവരി 28-ന് തന്നെ അമേരിക്ക വിജയിച്ചുവെന്ന് അവകാശപ്പെട്ട യുദ്ധം ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് കാണാം. സംഘർഷം 3-ാം ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ബഹുരാഷ്ട്ര സഖ്യത്തിനുള്ള ആഹ്വാനം ട്രംപ് നടത്തി. ലോകത്തെ എണ്ണ പ്രകൃതിവാതക പ്രവാഹത്തിന്റെ 20%-നും ആശ്രയിക്കേണ്ടി വരുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ജലപാത അഥവാ കടൽ മാർഗമാണ്. ലോകത്തിലെ മൊത്തം ഇന്ധനത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ കടലിടുക്കിന് ചുറ്റും നൂറുകണക്കിന് ടാങ്കറുകൾ വെറുതെ കിടക്കുകയാണ്. എണ്ണവില ബാരലിന് $100 കടന്നു. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഗൾഫും ഇറാനും ഒഴിവാക്കി പറക്കുന്നതിനാൽ 1.5 മുതൽ 3.5 മണിക്കൂർ വരെ അധിക സമയമെടുക്കുന്നു. ഇന്ധന വിലക്കയറ്റം കാരണം വിമാന ടിക്കറ്റ് നിരക്കുകളും വർദ്ധിച്ചിരിക്കുന്നു. അതിനിടെ സ്വരം മാറ്റി സഹായം തേടുകയാണ് ട്രംപും കൂട്ടാളികളും. അതിവേഗം യുദ്ധം അവസാനിപ്പിക്കുകയും ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരികയും ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് വീമ്പിളക്കിയവരാണ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും. സ്വന്തം സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റുകളിലും എയർഫോഴ്സ് 1-ൽ റിപ്പോർട്ടർമാരോടുള്ള വിശദീകരണത്തിലും അഹങ്കാരം വഴിഞ്ഞൊഴുകുന്ന എന്നാൽ സഹായം ചോദിക്കുന്ന ട്രംപിനെയാണ് കണ്ടത്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ സ്വീകരിക്കുന്ന ലോകരാജ്യങ്ങൾ ആ പാതയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും ഞങ്ങൾ ഒരുപാട് സഹായിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഐക്യത്തിനും സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു ടീം ശ്രമം എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ആ ശ്രമങ്ങളൊക്കെ അമേരിക്ക ഏകോപിപ്പിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പക്ഷേ പ്രതീക്ഷിച്ച ഒരിടത്തു നിന്നും അനുകൂല പ്രതികരണമുണ്ടായില്ല. കടുത്ത ട്രംപ് അനുയായിയായ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഭരണഘടനാപരമായ പരിമിതികളാണ് ചൂണ്ടിക്കാട്ടിയത്. എസ്കോർട്ട് കപ്പലുകൾ അയക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ജപ്പാന് സ്വതന്ത്രമായി എന്ത് ചെയ്യാനാകുമെന്നും നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ എന്ത് ചെയ്യാനാകുമെന്നും പരിശോധിക്കുകയാണ് എന്നാണ് തകായിച്ചി പാർലമെന്റിൽ പറഞ്ഞത്. ജപ്പാന് അതിന്റെ 95% എണ്ണയിൽ ലഭിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്.
സമ്മർദ്ദത്തിന്റെ പേരിൽ കപ്പലുകൾ അയക്കാനില്ല എന്ന് ഓസ്ട്രേലിയ സർക്കാരും പറഞ്ഞു. ജർമ്മനിയും ഗ്രീസും ട്രംപിന്റെ ആവശ്യം തള്ളി. യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ താല്പര്യമില്ലെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി. ഈ കളിക്കില്ലെന്ന് ഇന്ത്യയും പറഞ്ഞു. ഇന്ത്യ ഇറാൻ ബന്ധത്തിന്റെ പേരിലാണ് ചൈനയ്ക്ക് പിന്നാലെ ഇന്ത്യക്കും കപ്പൽ കൊണ്ടുപോകാൻ ഇറാൻ അനുമതി നൽകിയത് എന്ന് ഓർക്കണം. അപ്പോൾ ട്രംപിന്റെ കൂടെ എന്തിന് ഇന്ത്യ കൂടണം? മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും ട്രംപിന്റെ പദ്ധതിയോട് വലിയ താല്പര്യമില്ല. ആഗോളതലത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയാണ് എന്ന് നോർവേ പ്രധാനമന്ത്രി യോനാസ് ഹെഗർ സ്റ്റോർ കുറ്റപ്പെടുത്തി. ഇറാന്റെ 90% എണ്ണയും വാങ്ങിയിരുന്നത് ചൈനയാണ്. ഈ മാസം അവസാനം ബീജിംഗ് സന്ദർശിക്കാനിരുന്ന ട്രംപ് ഹോർമുസ് വീണ്ടും തുറക്കാൻ സഹായിക്കാമെന്ന് ചൈന സമ്മതിക്കുന്നതുവരെ യാത്ര വൈകിപ്പിച്ചേക്കുമെന്ന് സൂചിപ്പിച്ചും കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടതിലധികം എണ്ണയുണ്ട് എന്നും അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ രാജ്യങ്ങൾ മുന്നോട്ട് വരണം എന്നുമാണ് ട്രംപിന്റെ പ്രസ്താവന. സഹായത്തിന്റെ അഭാവം സഖ്യത്തിന്റെ വളരെ മോശം ഭാവിയെ അർത്ഥമാക്കുമെന്ന് നാറ്റോ സഖ്യകക്ഷികൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുന്നതിനായി 7 രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ നടത്തിയതായാണ് ട്രംപ് അവകാശപ്പെട്ടത്. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർക്ക് മുന്നിലും ട്രംപ് അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അതേസമയം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇറാൻ. കടലിടുക്കിൽ ആക്രമണം നടത്താൻ യമനിലെ ഹൂതികൾക്ക് ഇറാൻ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇത് കാരണം ഹോർമുസ് പാതയിൽ നിന്ന് ടാങ്കറുകളും മറ്റ് കപ്പലുകളും പിൻവലിക്കാൻ ഇൻഷുറർമാരും ബ്രോക്കർമാരും ഷിപ്പിംഗ് സ്ഥാപനങ്ങളും തീരുമാനിക്കുകയാണ്. വർദ്ധിച്ച എണ്ണവിലയുടെയും വാതകക്ഷാമത്തിന്റെയും രൂപത്തിൽ ലോകം ഇപ്പോൾ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിദഗ്ധൻ ബ്രഹ്മ ചെല്ലാനിയുടെ അഭിപ്രായം ഈ അവസരത്തിൽ പ്രധാനമാണ്. ഒരു രാജ്യത്തിന്റെ നേതാവ് അന്താരാഷ്ട്ര ക്രമം ഇത്ര പെട്ടെന്ന് തകിടമറിച്ച ചരിത്രം ആധുനിക ലോകത്തില്ല. അന്താരാഷ്ട്ര നിയമത്തിന്റെ ദീർഘകാല മാനദണ്ഡങ്ങളും അടിസ്ഥാന തത്വങ്ങളും അവഗണിച്ച് സൈനിക ആക്രമണങ്ങളിലൂടെ ഒന്നിലധികം രാജ്യങ്ങളുടെ പരമാധികാരത്തെ ആക്രമിക്കുന്നു. താരിഫുകൾ ആയുധമാക്കി മിത്രങ്ങളെയും ശത്രുക്കളെയും ഒരുപോലെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഹോർമൂസിലെ പ്രശ്നത്തെ ഊർജ്ജ നീക്കത്തിലെ ദീർഘകാല നേട്ടത്തിന് വേണ്ടിയുള്ള ഹ്രസ്വകാല തടസ്സമായാണ് അമേരിക്കയുടെ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് വിവരിച്ചത്. അമേരിക്കൻ സൈന്യത്തിന്റെ മുൻഗണന ഇറാന്റെ ആക്രമണശേഷിയും അതിന് സഹായിക്കുന്ന ഉൽപാദന വ്യവസായവും തകർക്കുന്നതിനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷം ടാങ്കറുകൾക്ക് നാവികസേന അകമ്പടി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എണ്ണ വിതരണത്തിൽ കുതിച്ചുചാട്ടവും അതിനുശേഷം വില കുറയുന്നതും നമുക്ക് കാണാമെന്നാണ് ക്രിസ് റൈറ്റ് പറയുന്നത്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ പല്ലും നഖവും പറിക്കാനുള്ള ഓപ്പറേഷൻ ദശകങ്ങളായി തുടരുന്ന ബ്ലാക്ക്മെയിൽ തടയുന്നതിന് അത്യാവശ്യമാണ് എന്നും റൈറ്റ് വ്യക്തമാക്കി. ഗാർഗ് ദ്വീപിലെ ആക്രമണം പ്രാധാന്യമർഹിക്കുന്ന ഒരു നീക്കമാണ്. ഈ ചെറിയ ദ്വീപിൽ നിന്നാണ് ഇറാന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏകദേശം 90% നടക്കുന്നത്. എണ്ണ കയറ്റുമതിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയ ആക്രമണം മിസൈൽ ബങ്കറുകൾ, റഡാറുകൾ, വ്യോമ പ്രതിരോധം, വിമാനത്താവളം എന്നിവയെല്ലാം നശിപ്പിച്ചു. തുടർന്ന് ഹോർമുസിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ ഖാർഗിലെ എണ്ണ കയറ്റുമതി സൗകര്യങ്ങൾ തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അത് സംഭവിച്ചാൽ ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ് അടഞ്ഞുപോകും. ആ ഭീഷണി ഉപയോഗിച്ച് ഹോർമുസ് തുറക്കാനാണ് ട്രംപിന്റെ ശ്രമം. പക്ഷേ ഗൾഫിലെ US ബന്ധിത എണ്ണശാലകൾ ആക്രമിക്കുമെന്ന മറുഭീഷണിയാണ് ഇറാന്റെ മറുപടി. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തിൽ ഇറാൻ ഭാഗികമായി ഇളവ് വരുത്തിയത് ലോകരാജ്യങ്ങൾക്ക് ആശ്വാസമായി. രാജ്യങ്ങൾക്ക് ജലപാതയിലൂടെ കപ്പലുകൾ നീക്കാൻ അനുവാദം നൽകി. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഇതുവഴി കപ്പലുകൾ കൊണ്ടുപോകാൻ അനുവാദമില്ല. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഫ്രാൻസും ഇറ്റലിയും കപ്പൽ സഞ്ചാരത്തിന് അനുമതി തേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധം ആടിയുലയുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ സാഹസികതയ്ക്ക് കുടപിടിക്കാൻ മറ്റ് രാജ്യങ്ങളൊന്നും തയ്യാറല്ല. വെടിനിർത്തലില്ലാതെ പിൻവാങ്ങുന്നത് ഇപ്പോഴും വിജയമായി കണക്കാക്കാമെന്ന് ഒരു അമേരിക്കൻ മുൻ സൈനിക കമാൻഡർ വാദിച്ചു. പക്ഷേ ഒരു പക്ഷത്തിനും വ്യക്തമായ വിജയമില്ല എന്നത് വിസ്മരിക്കരുത് എന്ന് ചില നിരീക്ഷകർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഹോർമുസ് കടലിടുക്ക് തുടച്ചു നീക്കാനുള്ള US ശ്രമങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയാണ് പന്തം കത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് ആ തീയിൽ ചാടി അത് അണയ്ക്കണം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്.